അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട്. നല്ല ബറക്കത്തുള്ള ഒരു വീട് ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മൾ അതിനു വേണ്ടിയാണ് വിദേശത്തും നാട്ടിലും കഷ്ടപ്പെടുന്നത്. പക്ഷേ വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്തവർ, വീട് പണി തുടങ്ങി പാതി വഴിയിൽ അവസാനിപ്പിച്ചവർ, വീട് പണിയാൻ പല തടസ്സങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്തും ഐശ്വര്യവുമുള്ള വീട് ഉണ്ടാക്കാൻ ഭാഗ്യവും തൗഫീഖും നൽകട്ടെ. ആമീൻ. വീട് എന്ന സ്വപ്നം പൂവണിയാൻ ചൊല്ലേണ്ട ദിക്റുകൾ പറഞ്ഞു തരാം. വളരെയധികം ഗുണവിശേഷങ്ങൾ നിറഞ്ഞ ദിക്റുകളാണ് പറയാൻ പോകുന്നത്. ഈ ദിക്റുകൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീടെന്ന സ്വപ്നം പൂവണി. ആദ്യത്തെ ദിക്ർ ഇതാണ്: യാ ജാമിഉ യാ അല്ലാഹ്. യാ ജാമിഉ യാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് ഈ ഇസ്മ. ഒരുമിച്ച് കൂട്ടുന്നവൻ, സമ്മേളിപ്പിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ചൊല്ലേണ്ട സമയം സുബഹി നിസ്കാര ശേഷം യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മ 114 തവണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക. രണ്ടാമത്തെ ദിക്ർ യാ ഫത്താഹു യാ അല്ലാഹ്. യാ ഫത്താഹു യാ അല്ലാഹ് വിജയം നൽകുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇതും സുബഹി നിസ്കാര ശേഷം തന്നെയാണ് ഈ ഇസ്മും ചൊല്ലേണ്ടത്. ഈ ഇസ്മ ചൊല്ലുമ്പോൾ വലത് കൈ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച് 71 തവണ ചൊല്ലുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടഞ്ഞുകിടക്കുന്ന സകല കവാടങ്ങളും തുറക്കപ്പെടും. മൂന്നാമത്തെ ദിക്ർ യാ മാലിക്കൽ മുൽക്കു. യാ മാലിക്കൽ മുൽക്കു രാജാതിരാജൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇതും സുബഹി നിസ്കാര ശേഷം തന്നെയാണ് ചൊല്ലേണ്ടത്. ഈ ഇസ്മിൻ്റെ അക്ഷരസംഖ്യ 212 ആണ്. അതിനാൽ 212 തവണ ചൊല്ലുക. അപ്പോൾ സുബഹി നിസ്കാര ശേഷം യാ ജാമിഉ യാ അല്ലാഹ് 114 തവണയും, യാ ഫത്താഹ് യാ അല്ലാഹ് 71 തവണയും, യാ മാലിക്കൽ മുൽക്ക് 212 തവണയും ചൊല്ലുക. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് ശേഷം യാ ലോറു യാ അല്ലാഹ്, യാ ലോറു യാ അല്ലാഹ് 100 തവണ ചൊല്ലുക. ഉപദ്രവം നൽകുന്നവൻ, പ്രയാസം നൽകുന്നവൻ എന്നാണ് ഇസ്മിൻ്റെ അർത്ഥം. അതിനൊരു വട്ടം കൂടി പറയാം: യാ ജാമിഉ യാ അല്ലാഹ് 114 തവണയും, യാ ഫത്താഹു യാ അല്ലാഹ് 71 തവണയും, യാ മാലിക്കൽ മുൽക്ക് 212 തവണയും, വെള്ളിയാഴ്ച ദിവസം മാത്രം യാ ലോറു യാ അല്ലാഹ് 100 തവണ ചൊല്ലുക. എന്നിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വീട് എന്ന സ്വപ്നം മനസ്സിൽ കണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീടില്ലാതെ വിഷമിക്കുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് എത്രയും പെട്ടെന്ന് വീടെന്ന സ്വപ്നം പൂവണിയിട്ട് അതിനുള്ള ഭാഗ്യവും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.